കോടതിയിൽ മാപ്പ് പറഞ്ഞ് ബോച്ചെ പുറത്തിറങ്ങി. ഹണി റോസിൻ്റെ റേച്ചൽ സിനിമയ്ക്ക് പരിതാപകരമായ അവസ്ഥ. അതില്ലാതാക്കാൻ ചിലർ ശ്രമിക്കുന്നു. അതിന് പുറകിൽ ബോച്ചെ വിവാദമോ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ വീഴുന്നത് കാണാൻ അല്ലെങ്കിൽ ആടുന്നത് കാണാൻ പലർക്കും സന്തോഷമാണ്. ഈ വീഴ്ച കാണുന്നവർ ആലോചിക്കുന്നില്ല അടുത്ത് വീഴാനിരിക്കുന്നത് ഞാനാണ് എന്നുള്ളത്. ഇത് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ. ഒരു സിനിമ പരാജയപ്പെടണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് സിനിമാ രംഗത്തെ പലരും. ആലോചിക്കണം, ഒരു നിർമ്മാതാവ് കുത്തുപാളയെടുക്കുന്നത് കാണുമ്പോൾ എന്തൊരു ആശ്വാസം എന്ന് പറയുന്ന നടന്മാരൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പം ഇവിടെ ഹണി റോസ് എന്നുള്ളൊരു നടി നായികയായി ശക്തമായൊരു കഥാപാത്രത്തെ റേച്ചൽ എന്ന സിനിമയിൽ റേച്ചൽ എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചതല്ല തെറ്റ്. തൻ്റെ സ്ത്രീത്വത്തിനെതിരായിട്ട് മോശമായ പരാമർശം നടത്തിയ ബോച്ചെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യിച്ച് ജയിലടയ്ക്കാൻ തൻ്റെ ഇടം കാട്ടിയ ഹണി റോസിനെ ഇനി വെച്ചേക്കില്ല എന്ന രീതിയിലാണ് അവരോടുള്ള പെരുമാറ്റം നടന്നത്. പക്ഷെ കോടതി കർശനമായി നിലപാടെടുത്തുകൊണ്ട് ബോച്ചയ്ക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോച്ചയ്ക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബോച്ചയുടെ കിങ്കരന്മാർക്കോ കിങ്കിരികൾക്കോ ചെയ്തുകൂടാന്നില്ല. അപ്പോൾ പുതിയ ഇത് കേൾക്കുന്ന എന്താ? ഇനി ഹണി റോസ് സിനിമയിലുണ്ടാവില്ല. അഭിനയിച്ച സിനിമകളൊന്നും തിയേറ്റർ കാണില്ല. അതിലേറ്റവും പുതിയത് അവർ നായികയായി അഭിനയിച്ച റേച്ചൽ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. അത് എടുക്കുന്ന വിതരണക്കാരൊക്കെ പിന്മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ടത്തരമാണെന്ന് ആലോചിക്കണം. റേച്ചൽ ഒരു നല്ല സിനിമയാണെങ്കിൽ അതുകൊണ്ട് കാശ് കിട്ടുമെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ കാണിക്കും, കാശ് വാരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് ഹണി റോസിൻ്റെ റോള് അഭിനയിച്ച് കഴിഞ്ഞു, പ്രതിഫലം വാങ്ങി പോയപ്പോൾ ഹണി റോസിൻ്റെ റോൾ അവിടെ തീർന്നു. ഈ പടം റിലീസ് ചെയ്യേണ്ടത് നിർമ്മാതാവാണ്. പണം മുടക്കിയ അദ്ദേഹമാണല്ലോ. പണം മുടക്കിയവർക്ക് ആ പണം തിരിച്ച് കിട്ടണം, പലിശയില്ലെങ്കിൽ പോലും മുതലെങ്കിലും കിട്ടണമെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ മലയാള സിനിമ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഒരു സിനിമ എടുത്താൽ അതിലേറ്റവും നഷ്ടം, പേരുദോഷം നിർമ്മാതാവിന് മാത്രമാണ്. മറ്റുള്ളവരൊക്കെ കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചു പോകും. ഇനി ഏതെങ്കിലും കാരണവശാൽ ആ സിനിമ തിയേറ്ററിൽ പൊട്ടിയാലോ, പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നാലോ, എന്നാൽ എന്നെ വെച്ച് സിനിമ എടുത്ത ആളല്ലേ, ഞാൻ അദ്ദേഹത്തിന് സിനിമയിൽ വന്ന ആളല്ലേ, വിജയിച്ച ആളല്ലേ എന്ന് വിചാരിച്ച് ഒരു ഡേറ്റ് കൊടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും ഇന്ന് മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളത് ഓർക്കണം. അപ്പോൾ ചോദിക്കും, മുമ്പുണ്ടോ? മുമ്പ് എത്രയോ പേരുണ്ടായിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം വെക്കാൻ പറ്റാവുന്നൊരു പേര് പ്രേംനസീറിൻ്റെ തന്നെയാണ്. പ്രേംനസീറിന് അഭിനയിക്കാൻ അറിയില്ല, മറ്റല്ല മറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം. ഹ്യൂമനിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. ആലോചിക്കണം, അദ്ദേഹത്തെ വെച്ച് എത്രയോ നിർമ്മാതാക്കൾ സിനിമ എടുത്തിരിക്കുന്നു. വലിയ പ്രതിഫലമൊന്നും ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. തന്നെ വെച്ചെടുക്കുന്ന നിർമ്മാതാക്കൾ രക്ഷപ്പെടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്. എനിക്കറിയാവുന്നതുകൊണ്ടാണ്, നേരിട്ട് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇപ്പോൾ നിർമ്മാതാവ് ഒരു 10 പടം ഹിറ്റായി, 11ാമത്തെ നിർമ്മാതാവ് നഷ്ടം വന്നാൽ നിർമ്മാതാവ് വിചാരിക്കുന്നതാ, നസീർ സാറിനെ വിളിച്ചാൽ ഡേറ്റ് ഒന്നും തരില്ല എന്ന് വിചാരിച്ച് വിളിക്കില്ല. പക്ഷേ രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ എത്ര വൈകിയാലും പ്രേംനസീർ ആ പ്രൊഡ്യൂസറെ വിളിക്കും. അല്ലാസേ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ? നമുക്കൊരു പടമൊക്കെ എടുക്കണ്ടേ? എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്ത് ചെയ്യും? അതുമല്ല ഡേറ്റും തരാം, നിങ്ങൾ പേടിക്കണ്ടെന്നേ. നിങ്ങൾ പ്ലാൻ ചെയ്തോ എന്ന് നസീർ സാർ പറഞ്ഞാൽ അത് ഓക്കെ എന്നർത്ഥം. ഡേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം,
എൻ്റെ എല്ലാ ദിവസവും രാത്രി ഇത്ര മണി മുതൽ ഇത്ര മണി 2-3 മണിക്കൂർ എല്ലാ ദിവസവും ഞാൻ തരാം. അതുവരെ മറ്റു ഷൂട്ടിങ്ങെല്ലാം അറേഞ്ച് ചെയ്യും. അങ്ങനെ ആ ഡേറ്റ് അഡ്ജസ്റ്റ് കൊടുത്ത് പടമെടുത്ത് പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്തിയ ആളാണ് പ്രേംനസീർ. ഒരു പ്രൊഡ്യൂസറെ അല്ല, നിരവധി പ്രൊഡ്യൂസറെ പണമില്ലാതെ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ സഹായിക്കാമോ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് മലയാള സിനിമയിൽ ഇത്തരം ചുരുക്കം പേരുകളെ പറയാനുള്ളൂ എന്ന് ആലോചിക്കണം. ഒരു 90-ന് ശേഷം നമുക്ക്, അല്ലെങ്കിൽ 85-ന് ശേഷം നമുക്ക് ഒരു പേരും പറയാനില്ല എന്ന് ആലോചിക്കണം. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം പ്രൊഡ്യൂസർമാരില്ലല്ലോ. ഇപ്പം പ്രൊഡ്യൂസർമാരടക്കമുള്ള ആരാ? ആദ്യകാല പ്രൊഡ്യൂസർമാർ ഭാര്യമാരുടെ കെട്ടുതാലി പോലും പണയം വെച്ച് ഓരോരുത്തർമാരെ രക്ഷപ്പെടുത്തി. അവന്മാരൊക്കെ വലുതായി. അങ്ങനെ വളർന്ന് പന്തലിച്ച് പോയവർ ഒരു ഡേറ്റ് തങ്ങളെ രക്ഷിച്ചവർക്ക് കൊടുക്കാനുള്ള സന്മനസ് പോലും ഇപ്പോൾ കാണിക്കുന്നില്ല. അവിടെ എത്തി നിൽക്കുകയാണ് ഇവിടെ നിന്ന് ആലോചിക്കണം. പിന്നെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ചെറിയ പിള്ളേരുടെ എടുക്കുക, യൂത്ത്, അവരെടുക്കുന്ന സിനിമകൾ നോക്കുക. അവർ എടുക്കുന്നു, പടം വിജയിക്കുന്നു. അവർക്ക് ഇന്ന ആൾ വേണമെന്നില്ല. ഒരു തമാശ പറയുകയല്ല. ഇവിടെ പ്രിയദർശനെ വെച്ചൊരു പടം സിനിമ 40 വയസ്സ് കഴിഞ്ഞാൽ ആരും വേണ്ട എന്ന് പറഞ്ഞ ചെറുപ്പക്കാരോട് ആലോചിക്കണം. അപ്പം അതുമായി സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ ഹണി റോസ് അഭിനയിച്ചു എന്ന കാരണം കൊണ്ട് റേച്ചൽ സിനിമയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. ആ സിനിമ നല്ലതാണെങ്കിൽ, കൊള്ളാവുന്നതാണെങ്കിൽ തിയേറ്ററിലേക്ക് ജനം ഇരച്ചു കയറും. ഇല്ലെങ്കിൽ വേറെ ഗതി വരുന്നൊരാളുണ്ട്. അപ്പോൾ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, ഒരാളുടെ പേരിൽ കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഒരു ആർട്ടിസ്റ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് ചിലപ്പോൾ അഭിനയം കുറച്ചേക്കാം, പക്ഷെ അവർ വേറെ തൊഴിലിടേണ്ട, അവർക്ക് വ്യവസായം ഉണ്ടവർ. ഹണി റോസ് പാരലായിട്ട് സിനിമ എന്നും ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. അവർ സ്വന്തമായിട്ടുള്ള വ്യവസായം തുടങ്ങി വച്ചിരിക്കുന്നു ആലോചിക്കണം. അപ്പം എങ്ങനെയും മാന്യമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം ഓരോരുത്തരും കണ്ടുവച്ചിട്ടുണ്ട്. അത് സ്വയം തോൽക്കുക ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നു വിചാരിക്കരുത്. മറ്റുള്ളവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം നിങ്ങൾ തോൽക്കാതിരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ബോച്ചയുടെ കാര്യം പറഞ്ഞെന്താ? ബോച്ചയ്ക്കില്ലാത്ത എന്തോ ഉള്ളതോടെ എല്ലാം ഉണ്ട്, സഹായിക്കുന്നുണ്ട്. തേയിലയുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്, വ്യവസായ പ്രമുഖന് കാശൊക്കെയുണ്ട്. പക്ഷേ എത്ര വലിയവനായാലും ശരി കോടതിയുടെ മുന്നിൽ നിന്നാൽ മൂത്രമൊഴിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? പണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഹുങ്ക് കാണിച്ചാൽ അത് ശരിക്ക് നമുക്ക് നമ്മുടെ കോടതിയോട് ഇരു കൈകൾ കൂപ്പി നമസ്കാരം കാണിക്കാം. അല്ലേ വേഷ്? ഇങ്ങനെ തന്നെയാണ് കോടതി പറഞ്ഞേണ്ടത്. കളി ഇവിടെ വേണ്ട എന്നുള്ളത്. വരണ്ടു പോയില്ലേ? കൂലിക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആരാധകരാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സ്തംഭിപ്പിക്കാൻ നോക്കിയില്ലേ? ആർക്കും കൂടി രാഷ്ട്രീയക്കാർ കൂലിക്ക് ആളെ വിളിച്ച് ജാഥ വലുതാക്കുന്നില്ലേ? ഈർക്കിലി പാർട്ടികൾ പോലും ലക്ഷങ്ങളാണ് ഈർത്തി ജാഥ നടത്തിയിട്ടില്ലേ? പല ജാഥകളിലും പോകുന്നത് ഒരേ ആൾക്കാരാണെന്ന് എത്രയോ നാൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കാശ് കൊടുത്താൽ ആരെ വേണമെങ്കിലും കിട്ടും. അത് അന്തസ്സല്ല, ആണത്തമല്ല എന്നാലോചിക്കണം. സ്ത്രീകളോട് ഏറ്റുമുട്ടുന്നതിൽ വലിയ വീരവാദമൊന്നും കാണിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ പഴയ വടക്കൻ പാട്ടുകളിലേക്കൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ഡാൻസി റാണിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും എന്നാലോചിക്കണം. അതൊന്നും പോകാതെ ഓരോരുത്തരും അവരുടെ ജോലി അന്തസ്സായി ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ കേട്ടിടത്തോളം റേച്ചൽ ഒരു നല്ല സിനിമയാണ്. റേച്ചൽ എന്ന കഥാപാത്രത്തെ അസൂയാവഹമായി ഹണി റോസ് അവതരിപ്പിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഇത്രയും പോരെ പ്രേക്ഷകർക്ക്?